എല്ലാ കോലത്തിലുമുള്ള മനുഷ്യരെയും അറഫയിൽ കാണാൻ കഴിയും. അങ്ങനെ യഥാർത്ഥത്തിൽ മഹ്ശറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു മഹാസഞ്ചയമാണ്, മനുഷ്യ സഞ്ചയമാണ്. ലോകത്ത് ഒരാൾക്കും, ഒരു മതത്തിനും, ഒരു പ്രത്യയശാസ്ത്രത്തിനും സംഘടിപ്പിക്കാൻ കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. അതൊരു മഹാ അത്ഭുതമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വിളിച്ചതാണ്. ഇബ്രാഹിം നബിയുടെ വിളംബരമാണ്. അള്ളാഹ് പറഞ്ഞു, അവർ നിന്റെ അടുത്ത് വരും, റിജാലൻ, നടന്നുകൊണ്ട് വരും, നടക്കാൻ പറ്റുന്നവർ നടന്നു വരും. വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്, വിദൂര ദിക്കുകളിൽ നിന്ന് അവരെ വെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് കയറിയിട്ടാണെങ്കിലും ഇബ്രാഹിം നബിയെ ആ പരിശുദ്ധ കഅബ മന്ദിരത്തിന്റെ ചാരത്തേക്ക് അവർ വന്നെത്തുക തന്നെ ചെയ്യും. സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അത് പാലിക്കുന്ന, സൂക്ഷിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ, നിലകൊള്ളാൻ നിരന്തരമായി ശ്രമിക്കണേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് എൻ്റെ സഹോദരങ്ങളായ നിങ്ങൾ ഓരോരുത്തരോടും വളരെ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളായ, സ്വാലിഹീങ്ങളായ, സദ്വൃത്തരായ സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ന് സംഭവിച്ച മനുഷ്യസഹജമായ തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഒരു ജുമുഅ അതിൻ്റെ പൂർണ്ണതയിൽ ഒരാൾ നിർവഹിച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇന്ന് വരെ സ്വാഭാവികമായും സംഭവിക്കാവുന്ന തെറ്റുകൾ, ആ തെറ്റുകളെല്ലാം കരിച്ചു കളയും ആ ജുമുഅ. ഇപ്പോൾ ജുമുഅയിലാണ് എന്ന് ഓർമ്മ വേണം. ജുമുഅയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഖുതുബ എന്ന് ഓർമ്മ ഉണ്ടാകണം. അത് സാഗൂതം ശ്രവിക്കണം, നിസ്കാരം കൃത്യമായി നിർവഹിക്കണം, ശേഷം ദുആ ചെയ്യണം. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ ജുമുഅ നിർവഹിച്ചാൽ അത് മുക്കഫിറാത്തായി മാറും. എന്ന് പറഞ്ഞാൽ പിന്നെ വൻപാപങ്ങളല്ല, വൻപാപങ്ങൾക്ക് വേറെ തൗബയും മറ്റൊക്കെ വേണ്ടി വരും. മറ്റ് ചെറിയ ചെറിയ തെറ്റുകൾ സ്വാഭാവികമായി സംഭവിക്കും. ആ തെറ്റുകളെല്ലാം കരിച്ച് കൊഴിച്ച് ഇല്ലാതാക്കി കളയും യഥാർത്ഥത്തിൽ നാം നിർവഹിക്കുന്ന ജുമുഅ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇദാ സഅദൽ ഖതീബു അലൽ മിമ്പർ, മിക്ക വെള്ളിയാഴ്ചകളിലും ഓർമ്മപ്പെടുത്താറുള്ള ഒരു കാര്യമാണ്. ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുൻപ് തന്നെ പള്ളിയിൽ എത്തിയിരിക്കണം, ജുമുഅക്ക് ഹാജരായിരിക്കണം. അതാണ് അതിൻ്റെ ഷർത്തുകളിലൊന്ന്. വൈകി വരുന്ന എൻ്റെ സഹോദരന്മാർ അക്കാര്യം പ്രത്യേകം ഓർക്കണം, ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരം, നമ്മുടെ ജുമുഅ എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഹജ്ജ് മാസത്തിലെ അതിൻ്റെ പ്രധാനപ്പെട്ട നാളുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഹജ്ജിൻ്റെ 10 ദിനങ്ങൾ അല്ല 13 ദിനങ്ങൾ, ഹജ്ജ് 1 മുതൽ 10 വരെയും പിന്നീട് വരുന്ന 3 ദിവസങ്ങൾ, അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. അതിൻ്റെ ഒരു ഗൗരവം, ഒരു സീരിയസ്നെസ് നമ്മൾ ജീവിതത്തിൽ കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇസ്ലാമിനെ ഒരു കെട്ടിടത്തോട് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു ബിൽഡിങ്ങിനോട് ഉപമിക്കുകയാണെങ്കിൽ അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉപമിച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിന് 5 പില്ലറുകളുണ്ട്, ബലിഷ്ഠമായ 5 തൂണുകളുണ്ട്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാമിനെ 5 തൂണുകളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനോഹരമായ ഒരു ഉപമയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അതാണ് 1. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഷഹാദത്ത് കലിമയാണ്, ഇതാണ് 1ാമത്തെ തൂണ്. വ ഇഖാമിസ് സ്വലാഹ്, നിസ്കാരമാണ് 2ാമത്തേത്. വ ഈതാഇ സക്കാ വ സൗമി റമളാൻ, സക്കാത്തും നോമ്പുമാണ് യഥാക്രമം 3-4 തൂണുകൾ. വ ഹജ്ജുൽ ബൈത്ത്, പിന്നെ 5ാമത്തേതും അവസാനത്തേതും അത് ഹജ്ജ് നിർവഹിക്കലാണ്.
അപ്പോൾ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ 5 സ്തംഭങ്ങളിൽ അഞ്ചും പ്രധാനപ്പെട്ടതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജ്. ആ ഹജ്ജിൻ്റെ വേളയിലാണ് നമ്മളുള്ളത്. സാധാരണ നിസ്കാരം ശരീരം കൊണ്ട് നിർവഹിക്കുന്ന അമലാണ് നിസ്കാരം. ശരീരം കൊണ്ട് നിർവഹിക്കുന്ന അമലാണല്ലോ നിസ്കാരം. ഇബാദാത്തുൽ ബദനിയ എന്നാണ് അതിനെ പറയുക. നമ്മുടെ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന അമലുകളിൽ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. എന്നാൽ സമ്പത്ത് കൊണ്ട് നിർവഹിക്കുന്ന ഒന്നാണ് സക്കാത്ത്. നോമ്പും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ശരീരം കൊണ്ട് നിർവഹിക്കുന്നതാണ്. നിസ്കാരവും നോമ്പും ശരീരം കൊണ്ടും സക്കാത്ത് സമ്പത്ത് കൊണ്ടും നിർവഹിക്കുന്നതാണെങ്കിൽ ഹജ്ജ് ഒരേ സമയം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നിർവഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്, ആരാധനാ കർമ്മമാണ് ഹജ്ജ്. ഹജ്ജ് നിർവഹിച്ച ധാരാളം ആളുകളുണ്ട്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിർവഹിക്കാൻ ഏറെ പൂതിയും കൊതിയുമുള്ള ആളുകളാണ് നമ്മളൊക്കെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹജ്ജിന് എത്തിച്ചേർന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ, സഹോദരന്മാർ സഹോദരിമാർ, അവർക്കൊക്കെ യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ സർവശക്തനായ അള്ളാഹു തുണക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജ്. ഈ ഹജ്ജ് പിന്നെ വയസ്സായാൽ ചെയ്യേണ്ട ഒന്നാണ് എന്ന ചില ധാരണ ആളുകൾക്കുണ്ട്. ഹജ്ജിനൊരു കണ്ടീഷൻ എന്താ ഉള്ളത്? മനിസ്തത്വാ ഇലൈഹി സബീല. ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്. നിസ്കാരം ആര് നിർവഹിക്കണം? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മനുഷ്യനും എന്ത് ചെയ്യണം? അവൻ്റെ മരണം വരെ നിസ്കാരം നിർവഹിക്കണം. പിന്നെ നോമ്പാര് നിർവഹിക്കണം, സക്കാത്ത് ആര് കൊടുക്കണം എന്നൊക്കെ കൃത്യമായി പറഞ്ഞു. നമുക്കറിയാം, ഹജ്ജ് മനിസ്തത്വാ ഇലൈഹി സബീല, തടിയാലും മുതലാലും വടിയാലും, അങ്ങനെയാണ് പഴയ കാലത്ത് പറയുക. പഴമക്കാരങ്ങനെ പറയാ, തടിയാലും മുതലാലും വഴിയാലും. ശാരീരികമായിട്ട് നീ ഓക്കെയാണ്, സാമ്പത്തികമായും ഇപ്പോൾ ഓക്കെയാണ്, പിന്നെ വഴി യാത്രാ തടസ്സങ്ങളൊന്നുമില്ല, പാസ്പോർട്ടും മറ്റുമൊക്കെ ഓക്കെയാണ്, നിനക്ക് പിന്നെ നിന്റെ പാസ്പോർട്ട് ഗവൺമെൻറ് പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഉടനെ ഹജ്ജ് നിർവഹിച്ചോളണം. അത് വയസ്സായിട്ട് എനിക്ക് ഇത്രയല്ലേ വയസ്സായിട്ടുള്ളൂ, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കേണ്ടതല്ല. ഈ സംഗതികളിൽ ഒത്തു വന്നാൽ ഉടനെ ഹജ്ജ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്കാണ് അങ്ങനെ ഒരു ധാരണ ഉണ്ടായ. ഇനി ഹജ്ജൊക്കെ ചെയ്ത് തിരിച്ചു വന്ന് ഞാൻ പിന്നെ തെറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ആ അവസാന കാലത്ത് പോയിട്ട് ഹജ്ജ് ചെയ്യലല്ലേ നല്ലത് എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. എന്തൊരു അബദ്ധമാണത്. കാരണം എപ്പോഴാണ് മരിക്കുക ആർക്കറിയാം. അപ്പം ഈ ഒരു സാഹചര്യം ഒത്തുവന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വർഷം തന്നെ ഹജ്ജ് ചെയ്യുമെന്ന്, ഇന്നിപ്പോൾ ഹജ്ജിന് പോയവരോടല്ല നമ്മളിത് പറയേണ്ടത്, ഇപ്പോൾ ഇവിടെ സന്നിധരായിട്ടുള്ള ആളുകളോട് ഈ ഹജ്ജിൻ്റെ സാഹചര്യത്തിൽ പറയുകയാണ്. ഈ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പിന്നെ അത് ഫർളായിട്ടുള്ള ഓരോ ആളുകളും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഹജ്ജ് എന്നത് പിന്നെ ശവ്വാല് അഥവാ നമ്മുടെ റമദാൻ കഴിഞ്ഞിട്ടുള്ള പെരുന്നാൾ മാസം ഉണ്ടല്ലോ, ശവ്വാല്, ദുൽഖഅദ, ദുൽഹജ്ജ്, ഇതാണ് ഹജ്ജിൻ്റെ മാസങ്ങളായി പറയാം. ശവ്വാല് മുതൽ തന്നെ ഹജ്ജിൻ്റെ എന്താ പറയുക, ഹജ്ജിലേക്കുള്ള പ്രവേശനം, ഹജ്ജിൻ്റെ യാത്രകൾ, സംഗതികളൊക്കെ തുടങ്ങാം. എന്നാൽ ഇത്രയും ദിവസം ഹജ്ജ് ഉണ്ടോ? ഹജ്ജ് ഇത്ര ദിവസമൊന്നുമില്ല. ഹജ്ജ് പിന്നെ 6 ദിവസം ഉള്ളൊരു ചടങ്ങാണ്. 6 ദിവസങ്ങളിലാണ്. അതായത് ദുൽഹജ്ജ് 8-നാണ്. അറഫയുടെ തലേ ദിവസമാണ് ഹജ്ജ് ആരംഭിക്കുക. അതിനെ പറയുക യൗമു തർവിയ എന്നാണ്. ഹജ്ജിന് പോയ ആൾക്കൊക്കെ അറിയും. അപ്പോൾ യൗമു തർവിയ, യൗമു അറഫ, യൗമു നഹർ, പിന്നെ 3 ദിവസങ്ങൾ അയ്യാമു തശ്രീക്കാണ്. അഥവാ ദുൽഹജ്ജ് 8, പിന്നെ ദുൽഹജ്ജ് 9 അറഫയാണ്, പിന്നെ 10 പെരുന്നാളാണ്, യൗമുൻ നഹർ, പെരുന്നാളിൻ്റെ ദിവസമാണ്. പിന്നെ 11, 12, 13 അയ്യാമു തശ്രീക്ക് എന്ന് പറയും. അതിനൊക്കെ കുറേ അർത്ഥങ്ങളും ആ പദങ്ങൾ വന്നതിൻ്റെ പിന്നിലൊക്കെ കുറേ കഥകളൊക്കെ ഉണ്ട്. എന്തായാലും ആ പെരുന്നാളിന് തുടർന്ന് വരുന്ന 3 ദിവസങ്ങൾ, ഇങ്ങനെയുള്ള 6 ദിവസങ്ങളിലാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളുള്ളത്. പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടക്കുന്നത് അപ്പോഴാണ്. പക്ഷെ ഹജ്ജിലേക്ക് നേരത്തെ തന്നെ ആളുകൾ യാത്ര ചെയ്യും, ഞാൻ ഹജ്ജ് കഴിഞ്ഞാലും അവിടെ നിൽക്കും, അതൊക്കെ ഉണ്ട്. ഏതായാലും ഈ ഹജ്ജ് എന്ന് തുടങ്ങിയതാണ്. ഹജ്ജിനെ കുറിച്ച് ചെറിയൊരു പിക്ചർ പുതിയ തലമുറക്കൊക്കെ വേണമല്ലോ. ഹജ്ജ് എന്നാണ് തുടങ്ങിയത്? ആദം അലൈഹിസ്സലാം മുതലേ ഹജ്ജുണ്ട്. ആദം നബി ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ, പ്രത്യേകിച്ച് കേരള ചരിത്രം സമഗ്രമായി എഴുതിയതിൽ അതിൽ ഒന്നാമത്തെ ചരിത്രകാരൻ
സൈനുദ്ദീൻ മഖ്ദൂമാണെന്നാണ് പറയപ്പെടുന്നത്. കേരള ചരിത്രം സമഗ്രമായി എഴുതിയതിൽ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ സംഭാവന വളരെ വലുതാണ്. സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ഫതുഹുൽ മുഈൻ എന്ന് പറയുന്ന കേരളത്തിലെ പള്ളി ദർസുകളിലൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ആധികാരിക ഗ്രന്ഥമായ ഫതുഹുൽ മുഈൻ പറയുന്നുണ്ട്, ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്ന് കാൽനടയായി യാത്ര ചെയ്തിട്ട് 40 ഹിജ്ജ് 40 ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്നാ. അനിഷേധ്യമായ ചരിത്രമാണത്. പെട്ടെന്നൊന്നും തള്ളിക്കളയാൻ കഴിയാത്ത ചരിത്രമാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യ എന്ന് പറയുന്നത് ആദം നബി കാല് കുത്തിയത് തന്നെ ഇന്ത്യയിലാണല്ലോ, സിലോണിലാണല്ലോ. അത് അന്നത്തെ അവിഭക്ത ഭാരതത്തിന്റെ ഭാഗമാണല്ലോ. അപ്പൊ നമ്മളും ആദം നബിയും ചെറിയ ബന്ധമല്ല ഉള്ളത്. ഇന്ത്യക്ക് ഇസ്ലാമുമായിട്ടുള്ള ബന്ധം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ആദം അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള ബന്ധമാണ്. അതുകൊണ്ട് പിന്നെ പഴയകാല ചരിത്രം പറയുകയാണെങ്കിൽ ഇത് പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ മണ്ണാണ്. അത് ചരിത്രം വേറെ അവിടെ നിൽക്കട്ടെ. ഏതായാലും ആദം അലൈഹിസ്സലാം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആദം അലൈഹിസ്സലാം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. എല്ലാ നബിമാരും ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഹജ്ജിന്റെ ഈ രൂപത്തിലുള്ള വിളംബരം ഉണ്ടായത് അത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലത്താണ്. ഇബ്രാഹിം അലൈഹിസ്സലാം പിന്നെ ഹജ്ജിനുള്ള കഅബ മന്ദിരത്തിന്റെ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്തു. ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജ് അതിന്റെ 26, 27 ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മകാനൽ ബൈത്ത്. ഇബ്രാഹിമിന് നാം ആ ഭവനത്തിന്റെ, ആ പവിത്രമായ മന്ദിരത്തിന്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്തുകൊണ്ട് നാം ഇപ്രകാരം കൽപ്പിച്ചു, അല്ലാ തുശ്രിക് ബി ശൈആ. ഇബ്രാഹിമേ, നീ എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. എല്ലാ നബിമാരും അടിസ്ഥാനപരമായി പറഞ്ഞ വിഷയം തൗഹീദാണ്. തൗഹീദിന് നേരെ വിരുദ്ധമാണ് ശിർക്ക്. ജീവിതത്തിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളിലോ നമ്മുടെ മക്കളിലോ നമ്മുടെ കുടുംബങ്ങളിലോ ഒരു കാരണവശാലും ശിർക്കിന്റെ ലാഞ്ചന പോലും ഉണ്ടാകാൻ പാടില്ല. അല്ലാ തുശ്രിക് ബി ശൈആ, എന്നിൽ ഒന്നിനെയും നീ പങ്കു ചേർക്കരുത് ഇബ്രാഹീമേ. വത്വഹിർ ബൈതിയാ ലിത്വാഇഫീന വൽഖായിമീന വറുക്കഇ സുജൂദ്. എൻ്റെ വീട്, എൻ്റെ ഭവനം, ഈ പരിശുദ്ധ കഅബ തവാഫ് ചെയ്യുന്നവർക്കും നിസ്കരിക്കുന്നവർക്കും റുകൂഉം സുജൂദുമെല്ലാം നിർവഹിക്കുന്നവർക്കായി നീ വൃത്തിയാക്കി വെക്കുക, അതിനെ വൃത്തിയാക്കി വെക്കുക എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെ കഅബ മന്ദിരത്തിന്റെ പണി പൂർത്തിയായ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിം, നീ ഹജ്ജിന് വേണ്ടി ജനങ്ങളിൽ വിളംബരം ചെയ്യുക. അദ്ദിൻ എന്ന് പറഞ്ഞാൽ തന്നെ അദാൻ നമ്മൾ കേട്ടില്ല, അദാൻ ബാങ്ക്. ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു വിളംബരമാണ്. വിശ്വാസികളുടെ ശ്രവണ പുടങ്ങളിൽ വന്ന് അടിക്കുകയാണ്. ഓരോ ദിവസവും 5 നേരം, അതിനാണ് ബാങ്ക് എന്ന് പറയാ. ആ ഒരു പ്രയോഗം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്. ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ 27-ാമത്തെ ആയത്തിലാണ് അല്ലാഹു തആല പറഞ്ഞത്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിം, നീ ജനങ്ങൾക്കിടയിൽ ഹജ്ജിന് വിളംബരം ചെയ്യുക. ചരിത്രത്തിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പടച്ചോനോട് ചോദിച്ചോത്ര, പടച്ചോനെ, ഞാൻ വിളിച്ചിട്ട് ആളുകൾ എങ്ങനെ കേൾക്കുക? ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എവിടെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ മന്ദിരത്തിന്റെ മുകളിൽ കയറിയിട്ടാണെന്നും, അതല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ പണിയാൻ കയറി നിന്ന മഖാമ് ഇബ്രാഹിം എന്ന് പറയുന്ന ആ കല്ലിന്റെ മുകളിൽ കയറി നിന്നിട്ടാണെന്നും ഒക്കെ തഫ്സീറുകളിൽ കാണാം. ഇബ്രാഹിം നബിയോട് വിളിച്ചു പറയാൻ അള്ളാഹു കൽപ്പിച്ചു. നീ വിളിക്കൂ ഇബ്രാഹിം, വിളംബരം ചെയ്യുക. യഅ്തൂക, നിന്റെ വിളി കേട്ടുകൊണ്ടവർ വരും. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തവർക്ക് വരും. റിജാലൻ, നടന്നുകൊണ്ട് വരാം. വഅലാ കുല്ലി ളാമിരിൻ, അവര് യാത്ര ചെയ്ത് ക്ഷീണിച്ച് മെലിഞ്ഞ് ഒട്ടിയ ഒട്ടകത്തിന്റെ പുറത്താണെങ്കിൽ പോലും അവർ കയറി വരും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ചോദിച്ചു എന്നാ തഫ്സീറിൽ, പടച്ചോനെ, ഞാൻ വിളിച്ചാൽ എങ്ങനെ ഈ പരിസരത്തുള്ള ആളുകൾ കേൾക്കുക എന്നല്ലാതെ മിൻ കുല്ലി ഫജ്ജിൻ അമീക്, ലോകത്തിന്റെ വിദൂര ദിക്കുകളിൽ നിന്ന് ആര് കേൾക്കും റബ്ബേ എൻ്റെ വിളി? ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറഞ്ഞു, ഇബ്രാഹിമെ, വിളി കേൾപ്പിക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. ചില ആളുകൾക്കുണ്ടല്ലോ, നമ്മളിപ്പോ ഈ 4 ആൾ പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാക്കാനാ, ഇവിടെ എന്ത് മാറ്റം വരുത്താനാ എന്ന് ചോദിക്കുന്നവരെ ചിന്തിക്കുക. അള്ളാഹു ഏൽപ്പിച്ച പണി മാത്രം എടുത്താൽ മതി, ഏൽപ്പിക്കാത്തത് നമ്മളെടുത്ത് പൊക്കണ്ട. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ, ഞാൻ വിളിച്ചാൽ എങ്ങനെ ആളുകൾ കേൾക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ വിളിച്ചാൽ മതി, കേൾപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്.
ആ വിളി കേട്ടു. ആ വിളി കേട്ടവരാണ് ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. തൽബിയത്തിന്റെ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് എവിടെ നിന്നൊക്കെയാണ് ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് അന്ന് 4000 വർഷങ്ങൾക്കപ്പുറം ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചപ്പോ ആ വിളി ഏറ്റെടുത്തുകൊണ്ട് ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ പോവുകയാണ്. അങ്ങനെ എന്താ പറയാ, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് പോകുക എന്നാണ് ഹജ്ജ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കഅബ ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിളി ഉത്തരം വെച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുക. ഇതാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. ആ ഹജ്ജിന് കുറേ കർമ്മങ്ങളൊന്നുമില്ല, കുറേ ദിക്റുകളും സ്വലാത്തുകളും പ്രത്യേകിച്ച് അങ്ങനെ ചൊല്ലാനുള്ളതൊന്നുമില്ല. ഹാജിമാരെല്ലാവരും നിരന്തരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് അല്ലേ, അതന്നെ തൽബിയത്ത് എന്ന് പറയാം. അള്ളാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു എന്നാണ്. ഇനി ഹജ്ജിലെ ഓരോ കർമ്മങ്ങളും പരിശോധിച്ചാൽ വളരെ മനോഹരമാണ്. എല്ലാം ഇപ്പോൾ പരിശോധിക്കാൻ നേരമില്ല, വേറെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടത് വന്ന്. ഹജ്ജിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തവാഫ്. തവാഫ് പ്രധാനപ്പെട്ട, തവാഫ് തന്നെ പല തവാഫുമുണ്ട്. തവാഫ് എന്ന് പറഞ്ഞാൽ ഈ കഅബയെ പ്രദക്ഷിണം വെക്കുക എന്നാണ്, കഅബയെ ഇങ്ങനെ ചുറ്റുക, ഇതാണ് തവാഫ്. അത് 7 വട്ടം. ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കും, എന്താണ് ഈ 7ന്റെ കണക്ക്? അല്ലാഹു ആലം. ഈ പ്രകൃതിയുടെ നിയമവുമായി നമുക്കറിയാത്ത ഒരു വലിയ ബന്ധമുണ്ടാകാം. എന്താണ് 7? 7ന് എന്തോ വലിയ ഒരു കണക്കുണ്ട്. നമ്മൾ പറയാറില്ലേ, 7 ആകാശം, സപ്തവാനങ്ങൾ, സപ്തസാഗരം, സപ്തവനങ്ങൾ, സപ്തഭൂമി, സപ്തസ്വരങ്ങൾ, സപ്തവർണ്ണങ്ങൾ, 7 വർണ്ണം, 7 സ്വരം, 7 ആകാശം, 7 ഭൂമി, 7 കടൽ. ഇങ്ങനെ ഈ 7 പ്രപഞ്ചത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ തവാഫ് എന്ന് പറഞ്ഞ് 7 സായും അങ്ങനെ തന്നെയാണ്. സഫയിൽ നിന്നും മർവയിലേക്കും, മർവയിൽ നിന്ന് സഫയിലേക്കും 7 വട്ടമുള്ള ഓട്ടവും നടത്തവുമല്ലാത്ത ഒരു പ്രത്യേക കർമ്മമാണ് സായ്. സായ് എന്ന് പറഞ്ഞാൽ തന്നെ ധൃതിയിൽ പോവുക എന്നാണ്. അത് 7. ഈ ഒരു വട്ടം ഇങ്ങനെ 7 തവണ ചുറ്റുമ്പോഴാണ് ഒരു തവാഫാവുക. ആ 7ന്റെ കണക്ക് അല്ലാഹു ആലം. മാത്രമല്ല, നമുക്കറിയാം സാധാരണ ഇസ്ലാമില് എല്ലാ കാര്യത്തിനും വലത്തെ ഭാഗത്തിന് പ്രാധാന്യമുണ്ട്. വലത്തെ കൈകൊണ്ട് കണ്ടു കൊടുക്കുക, വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക, പിന്നെ വലത്തെ കൈകൊണ്ട് വലത്തുഭാഗം കൊണ്ട് ആരംഭിക്കുക. പള്ളിയിലേക്ക് കയറുമ്പോൾ വലത്തെ കാൽ വെക്കുക, വീട്ടിലേക്ക് കയറുമ്പോൾ ആദ്യം വലത്തെ കാൽ വെക്കുക. എല്ലാം വലത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഇസ്ലാം തവാഫിന് മാത്രം ഇടതിന് പ്രാധാന്യം നൽകി? തവാഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കഅബയെ നമ്മുടെ വലതുഭാഗത്താക്കിയിട്ടല്ല തവാഫ് ചെയ്യുന്നത്. ഇങ്ങനെയല്ല ചുറ്റുക. തവാഫ് ചെയ്യുമ്പോൾ ഒരു വിശ്വാസിയുടെ വലതുഭാഗത്ത് എല്ലാ കാര്യത്തിലും യമീൻ, വലതിന് പ്രാധാന്യം കൊടുക്കുന്ന മുസ്ലിമീങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ കഅബയെ വലതുഭാഗത്താക്കിക്കൊണ്ട് ഇങ്ങനെ ചുറ്റുകയല്ല. അങ്ങനെ ചുറ്റാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് തവാഫാകില്ല. അതേ സ്ഥാനത്ത് തവാഫ് ചെയ്യുമ്പോൾ കഅബയെ ഇടതുഭാഗത്താക്കിക്കൊണ്ടാണ്. അവിടെ ഇടതിന് എന്തോ ഒരു പ്രാധാന്യം. അങ്ങനെ ഇടതിൻ്റെ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ചില ശ്വാസോച്ഛ്വാസങ്ങൾ നമ്മൾ നടത്തുമ്പോൾ, ബ്രീത്തിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇടത് കൊണ്ട് ആരംഭിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അതറിയാം. അങ്ങനെ ചില കാര്യങ്ങളിൽ ഇടതിന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഇടത് കൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രകൃതി നിയമത്തിൽ കാണാൻ കഴിയും. ഒന്ന്, ഈ സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് സൂര്യനെ ഇടതുഭാഗത്താക്കിക്കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇതാണ് പ്രകൃതിയുടെ ഒരു നിയമം. സൂര്യനെ ഇടതുഭാഗത്താക്കിക്കൊണ്ട് സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ വലയം വെക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അണ്ഡബീജ സങ്കലനം നടക്കുമ്പോൾ അണ്ഡവും ബീജവും തമ്മിൽ ചേരണം. അതിനെ ചേരുന്നതിന് മുമ്പ് അണ്ഡത്തെ ഇങ്ങനെ വലയം വെക്കുന്നുണ്ട് ബീജം. ആ ചില ചുറ്റലുകൾ അത് അണ്ഡത്തെ ഇടതുഭാഗത്താക്കിയാണെന്ന് അതുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ 1ഉം 2ഉമല്ല, ധാരാളം ഈ പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങൾ, ചില ചുറ്റലുകൾ അതിനെ ഇടതുവശം വെച്ചുകൊണ്ടാണെങ്കിൽ അല്ലാഹു ആലം നമുക്കറിഞ്ഞുകൂടാ. എല്ലാ കാര്യത്തിനും വലതുഭാഗത്തിന് വലിയ പ്രാധാന്യം നൽകിയ പരിശുദ്ധ ഇസ്ലാം കഅബ മന്ദിരത്തെ ഇടതുഭാഗത്താക്കിക്കൊണ്ട് ചുറ്റണമെന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പൊ ഇസ്ലാമിലെ അല്ലെങ്കിൽ ഹജ്ജിലെ
വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ ഒരു കർമ്മമാണ് പ്രിയമുള്ളവരെ തവാഫ്. മറ്റൊരു മഹാത്ഭുതമാണ് ഹജ്ജിലെ അറഫ എന്ന് പറയുന്നത്. അറഫ എന്ന് പറഞ്ഞാൽ എന്താ? അറഫ എന്ന് പറഞ്ഞാൽ 20-15 കിലോമീറ്ററുകളായി നീളത്തിലും വീതിയിലും കിടക്കുന്ന വിശാലമായ ഒരു സ്ഥലമാണ് അറഫ. ആ അറഫ എന്ന് പേര് വരാനുള്ളതിന് അതിൻ്റെ പിന്നിൽ ധാരാളം കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഏതായാലും അറഫയിൽ അറഫയിൽ നിൽക്കുക എന്നത് ദുൽഹജ്ജ് 9 ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഏതാ? അറഫയിൽ നിൽക്കലാണ്. അൽ ഹജ്ജു അറഫ എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയില്ലെങ്കിൽ ഹജ്ജില്ല. അറഫ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ അയാളെ ഹജ്ജ് ബാത്തിലായി, ഹജ്ജ് പൊളിഞ്ഞു. ഒരു നിശ്ചിത സമയമെങ്കിലും ആ ദിവസം ദുൽഹജ്ജ് 9 അറഫയിൽ മുഴുവൻ ഹാജിമാരും എത്തിച്ചേരണം. ആ അറഫ എന്ന് പറയുന്ന അവിടെ പ്രത്യേക നിസ്കാരമുണ്ടോ അറഫയിൽ? സാധാരണ നിസ്കാരങ്ങൾക്ക് അപ്പുറം അറഫയിൽ പ്രത്യേക നിസ്കാരമൊന്നുമില്ല. അറഫയിൽ അവിടെ എങ്ങനെ നിർവഹിക്കുക എന്നുള്ളതൊക്കെ ഹജ്ജിന് പോയ ആളുകൾക്കറിയാം. എന്തായാലും അറഫ എന്നുള്ളത് ലോകത്ത് ഒരാൾക്കും സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യ കടലാണ്, മനുഷ്യ സഞ്ചയമാണ് യഥാർത്ഥത്തിൽ അറഫ. ആരൊക്കെയാ ഉള്ളത്? കാക്കയെപ്പോലെ കറുത്ത മനുഷ്യന്മാരെ അവിടെ കാണാൻ കഴിയും. വെറുതെ അങ്ങണ്ട് പറയുകയല്ല. കരിക്കട്ട പോലെ കറുത്ത മനുഷ്യരുണ്ട് അവിടെ. പാല് പോലെ വെളുത്ത മനുഷ്യരും അറഫ മൈതാനിയിലുണ്ട് അല്ലേ? തിബിത്തുകാരെ പോലെ വളരെ കുറുകിയ മനുഷ്യന്മാരും ഹൈറ്റ് കുറഞ്ഞ ആളുകളും അന്ന് ആ അറഫ മൈതാനിയിലുണ്ട്. എന്നാൽ അഫ്ഗാനികളെ പോലെ ആജാന ബഹുക്കളായ നല്ല ആരോഗ്യ ദൃഢഗാത്രരായ മനുഷ്യരും ആ അറഫയിലുണ്ട്. തടിച്ചവരുണ്ട്, വലിഞ്ഞവരുണ്ട്, സമ്പന്നരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, വലിയ വലിയ അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, വൃദ്ധയുണ്ട്. ലോകത്തിന്റെ ഒരു പരിച്ഛേദമാണ് യഥാർത്ഥത്തിൽ അറഫ. അറഫയിൽ പോയാൽ എല്ലാ ഭാഷക്കാരെയും കാണാൻ പറ്റും, എല്ലാ നിറക്കാരെയും കാണാൻ പറ്റും, എല്ലാ കോലത്തിലുമുള്ള മനുഷ്യരെയും അറഫയിൽ കാണാൻ കഴിയും. അങ്ങനെ യഥാർത്ഥത്തിൽ മഹ്ശറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു മഹാസഞ്ചയമാണ്, മനുഷ്യ സഞ്ചയമാണ്. ലോകത്ത് ഒരാൾക്കും, ഒരു മതത്തിനും, ഒരു പ്രത്യയശാസ്ത്രത്തിനും സംഘടിപ്പിക്കാൻ കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. അതൊരു മഹാ അത്ഭുതമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വിളിച്ചതാണ്. ഇബ്രാഹിം നബിയുടെ വിളംബരമാണ്. അള്ളാഹ് പറഞ്ഞു, അവർ നിന്റെ അടുത്ത് വരും, റിജാലൻ, നടന്നുകൊണ്ട് വരും, നടക്കാൻ പറ്റുന്നവർ നടന്നു വരും. വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്, വിദൂര ദിക്കുകളിൽ നിന്ന് അവരെ വെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് കയറിയിട്ടാണെങ്കിലും ഇബ്രാഹിം നബിയെ ആ പരിശുദ്ധ കഅബ മന്ദിരത്തിന്റെ ചാരത്തേക്ക് അവർ വന്നെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹജ്ജ് അത്രയും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ഹജ്ജിന്റെ മറ്റു കർമ്മങ്ങളൊക്കെ ഉണ്ട്, മിനായിലും അതേപോലെ മുസ്ദലിഫയിലും മറ്റുള്ള കർമ്മങ്ങൾ. അങ്ങനെ കർമ്മങ്ങൾ പറയലോ ഫിഖ് പറയലോ അല്ല ഇപ്പൊ എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഹജ്ജ് ഒരാൾ നിർവഹിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജ്ജ, ഒരാൾ ഹജ്ജ് ചെയ്താൽ ഫലം യർഫുസ് വലം യഫ്സുക്, ഒരു നിലക്കുമുള്ള അധാർമികതയും സംഭവിക്കാതെ, ഹജ്ജിനെ ബാത്തിലാക്കുന്ന ഒന്നും സംഭവിക്കാതെ, കുറെ ഷർത്തുകൾ, ഫർളുകൾ, കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് ഹജ്ജിന്, അതൊന്നും സംഭവിക്കാതെ ഒരാൾ ഹജ്ജ് ചെയ്താൽ റജഅ, അയാൾ തിരിച്ചു വരുന്നു കയൗമ വലദതുഹു ഉമ്മു, ഇതാ ഇന്ന് ഒരു ഉമ്മ പ്രസവിച്ച നവജാത ശിശുവിനെ പോലെ ഒരു പാപവുമില്ലാത്ത മനുഷ്യനായി അയാൾക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രിയമുള്ളവരെ ഹജ്ജ്. ഹജ്ജ് യഥാർത്ഥ ഒരു ത്യാഗമാണ്, ഒരു ഡെഡിക്കേഷനാണ്. അള്ളാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് നീ പറയുന്നതൊക്കെ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു സമർപ്പണമാണ് ഹജ്ജ്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ചിലയിടത്ത് പോയി കിടക്കുക, ചിലയിടത്ത് പോയി നിൽക്കുക, ചിലയിടത്ത് ഇങ്ങനെ നടക്കുക, ഇതൊക്കെയാണല്ലോ ഹജ്ജ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്ത് കാണിച്ചതാണ്. അപ്പൊ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാൻ ത്യാഗം ചെയ്യാൻ തയ്യാറാണ്, അതിന് ഞാൻ സന്നദ്ധനാണ് എന്ന അറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഹജ്ജിലൂടെ സത്യവിശ്വാസികൾ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും പരിശുദ്ധ ഹജ്ജ് ചെയ്യാൻ
അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരു വട്ടം എന്ന് പറയുമ്പോൾ ഒരു വട്ടം ചെയ്താൽ മതി, ഒരു വട്ടം ഹജ്ജ് ചെയ്യൽ നിർബന്ധമുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ. ആ ഹജ്ജിൻ്റെ മറ്റു വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പെരുന്നാളിൻ്റെ ഹുത്തുബയുണ്ട്, അതിനുശേഷമുള്ള ഹുത്തുബകളൊക്കെ ഉണ്ട്, പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ ഹജ്ജിൻ്റെ അറഫയുടെ ദിവസം ലോകത്തുള്ള മുഴുവൻ ഹാജിമാരും ലോകത്തിൻ്റെ ഒരു പരിച്ഛേദമായി ഹജ്ജ് അറഫയിൽ സംഗമിക്കുമ്പോൾ അതേ ദിവസം ലോകത്തുള്ള ഹാജിമാരല്ലാത്ത മുഴുവൻ ആളുകളും അതിനോട് ഐക്യപ്പെട്ട് താദാത്മ്യപ്പെട്ട് നിർവഹിക്കുന്ന ഒരു അമലാണ് അറഫ ദിവസത്തെ നോമ്പ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായ അബീ ഖതാദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, സുഇലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലിനോട് ചോദിക്കപ്പെട്ടു, റസൂലെ അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞു, യുകഫിറു, അത് കരിച്ചു കളയും, അസ്സനത്തൽ മാലിയത വൽ ബാക്കിയ, കഴിഞ്ഞ ഒരു വർഷത്തെ പാപവും കരിച്ചു കളയും, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും കരിച്ചു കളയും. 2 കൊല്ലത്തെ നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള സ്വാഭാവികമായ തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുകളൊക്കെ ഇല്ലാതാക്കും ഒരാൾ അറഫ നോമ്പനുഷ്ഠിച്ചാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ചില പണ്ഡിതന്മാർ ചർച്ച ചെയ്തു, എന്തെന്നറിയോ, നമുക്ക് കഴിഞ്ഞ കൊല്ലം ഒരു വർഷത്തെ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാകൂലേ, കാരണം നമ്മൾ കഴിഞ്ഞൊരു കൊല്ലം ജീവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അത് തിരിയും. പക്ഷെ വരാനിരിക്കുന്ന വർഷത്തെ നമ്മൾ ജീവിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പൊറുക്കുക? ഇനി അത് ജീവിച്ചിട്ട് വേണ്ടേ? അതിലൊരു വലിയ സൂചനയുണ്ടെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു ക്ലൂ ഉണ്ട്. എന്താ അറിയോ, അറഫയുടെ നോമ്പെടുത്ത ഒരു കൊല്ലം കൂടി ഉറപ്പായിട്ടും ജീവിക്കുന്ന എന്നുകൂടി ചില പണ്ഡിതന്മാർ, കാരണം ഒരു വർഷത്തെ കൂടി പൊറുക്കണ്ടേ എന്ന് പറഞ്ഞ, ഇതൊന്നും അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ കഴിയില്ല, അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉലമാക്കളും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അറഫ നോമ്പ് നമ്മൾ ആരും നഷ്ടപ്പെടുത്തരുത്. ഇപ്പം വേറെ പ്രശ്നമുണ്ട്, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അറഫ എല്ലാവരും ഇനിയിപ്പോൾ ചോദിക്കുക, എന്താ അറഫ നോമ്പ്, ഇവിടെ അറഫ ദുൽഹജ്ജ് 9 പിന്നെ ബുധനാഴ്ചയാണല്ലോ, എന്നാൽ യഥാർത്ഥത്തിൽ അറഫ നടക്കുന്നത് അത് ബുധനാഴ്ചയാണല്ലോ. ഇത് മിക്ക കൊല്ലങ്ങളിലും കടന്നു വരുന്നൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ആ ചോദ്യങ്ങൾ ഇനി ധാരാളമായി വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, അതിന് ഖിയാമത്ത് നാൾ വരെ ചർച്ച ചെയ്താലും അതിലൊരു തീർപ്പുണ്ടാക്കാൻ കഴിയൂല. ഒരു ഫിഖ്ഹിയായ അഭിപ്രായ വ്യത്യാസമൊന്നും അല്ല അത് ചില തീർപ്പാക്കാൻ പറ്റിയ കാര്യമാണ്. ചില ആളുകളുടെ പിടിവാശിയും ഒക്കെ ഉള്ളത് കൊണ്ട്. എന്നാൽ ചില ആളുകൾക്ക് കൃത്യമായ വീക്ഷണമുണ്ട്, ഇവിടെ എന്നാണോ 9 അന്ന് തന്നെയാണ് നോമ്പനുഷ്ഠിക്കേണ്ടത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതല്ല, എന്നാണോ അറഫ അന്ന് നോമ്പനുഷ്ഠിക്കണം എന്ന് പറയുന്നവരുണ്ട്. ഈ ഒരു ചർച്ച ഞാൻ അങ്ങോട്ട് പറഞ്ഞാലും ഇങ്ങോട്ട് പറഞ്ഞാലും അത് ആ അഭിപ്രായ വ്യത്യാസം അവിടെ നിലനിൽക്കും എന്നതുകൊണ്ട് ഒരു തീർപ്പ് കൽപ്പിച്ച് പറയൽ സമുദായത്തിൽ വലിയ ഛിദ്രതയും ഭിന്നിപ്പും ഉണ്ടാക്കുന്നു എന്നതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും ഇനി ആരെങ്കിലും ഈ ഹത്തീബ് എന്നാണ് നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നോമ്പ് നോക്കുക, അന്ന് അവിടെ അറഫ നിർവഹിക്കുന്ന ദിവസമാണ്, അഥവാ ഇവിടുത്തെ ചൊവ്വാഴ്ചയായിരിക്കും, വ്യക്തിപരമായി ഞാൻ നോമ്പനുഷ്ഠിക്കുക എന്ന് ഇനി ആരെങ്കിലും ചോദിക്കണ്ട എന്ന് കരുതിയിട്ട് സൂചിപ്പിക്കുക മാത്രമാണ്. അത് സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പിൻപറ്റുന്ന മനസ്സിലാക്കുന്ന പണ്ഡിതന്മാരുടെയൊക്കെ വീക്ഷണം ഏതാണോ ആ വീക്ഷണം അനുസരിച്ച് നോമ്പനുഷ്ഠിച്ചോളൂ. അതിനെ ഒരാളും വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ഒന്നും വരുന്നില്ല എന്നതോടൊപ്പം എൻ്റെ കൃത്യമായിട്ടുള്ള അതിലെ നിലപാട് കൂടി എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, മറ്റൊന്ന്, പെരുന്നാളാണ് നമുക്ക് വ്യാഴാഴ്ച പെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതിൻ്റെ ദിവസവും അതിൻ്റെ പെരുന്നാൾ എങ്ങനെ നിസ്കാരം എങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ളതെല്ലാം ഇൻഷാ അല്ലാഹ് ജുമുഅ കഴിയുമ്പോൾ ഇവിടെ അനൗൺസ് ചെയ്യപ്പെടും. അതുകൂടി എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് ഉളഹിയത്താണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉളഹിയത്ത്. ഉളഹിയത്ത് എന്നുള്ളത് സമ്പന്നരായ ആളുകൾ നിർവഹിക്കേണ്ടതാണ് എന്ന ഒരു ധാരണ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് വലിയ സാമ്പത്തിക ശേഷിയൊന്നും വേണ്ട, സാധാരണക്കാരും ചെയ്യേണ്ട ഒന്നാണ്. അതിൻ്റെ പ്രതിഫലം ചെറുതൊന്നുമല്ല, അതിൻ്റെ പുണ്യം അത് പടച്ചോൻ്റെ ഭാഗത്തുനിന്നുള്ള കാവല് ഉളഹിയത്ത് നിർവഹിക്കുന്നവർക്ക് ചെറിയ കാവലൊന്നുമല്ല. അതുകൊണ്ട് ഒരു 8 രൂപ മാറ്റിവെക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളും, ഇനിയും സമയമുണ്ട് മുന്നിൽ, ഉളഹിയത്താകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ആ കർമ്മത്തോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള ആ സംഗതിയിൽ കൂടി പങ്കെടുക്കണം. ഉളഹിയത്ത് ഇവിടെ നമ്മൾ നിർവഹിക്കപ്പെടുമ്പോൾ അതിന് ഇനി സാമ്പത്തിക ശേഷി ഇല്ലാത്തവരും ഉള്ളവരും ഒക്കെ
ആ കർമ്മത്തിൽ എല്ലാ മുഅ്മിനീങ്ങളുടെയും സാന്നിധ്യം, പങ്കാളിത്തം പ്രത്യേകം ഉണ്ടാകണം എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉദ്ഹിയത്തും പെരുന്നാളും എല്ലാം നിർവഹിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കി പ്രത്യേകിച്ച് ഹജ്ജ് കർമ്മം അത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും മഹാപരിശുദ്ധ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ, വീഴ്ചകൾ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മഹല്ലത്തിൽ അല്ലാഹു തആല ഇണക്കവും ഐക്യവും പരസ്പര പൊരുത്തവും സന്തോഷവും സമാധാനവും എല്ലാവരിലും റഹ്മാനായ റബ്ബ് എപ്പോഴും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.